ഈയിടെയായിട്ട് കറക്കം കുറച്ച് കൂടുതലാണല്ലോ. എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും നിനക്ക് സമയമില്ല. എന്റെ ജോലിയും എന്റെ മേളിൽ നീ വെച്ച സ്നേഹവും രണ്ടും ഒരുമിച്ച് തന്നെ പോയല്ലേ. അത് പിന്നെ അങ്ങനല്ലേ, ഭർത്താവിന് ജോലിയില്ലാതായാൽ സ്വന്തം ഭാര്യയ്ക്ക് പോലും വേണ്ടാതാവും. പിന്നെ അന്ന് നീ ഒരു ജോത്സ്യനെ കാണാൻ പോയില്ലേ? അയാൾ എന്താ പറഞ്ഞത്? അതിന് ഞാൻ എപ്പോഴാ പറഞ്ഞത് പോയിരുന്നു? അത് പിന്നെ നിന്നെ പോലെ നാട്ടുമ്പുറത്തുനിന്ന് വന്ന പെണ്ണുങ്ങൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ വേറെന്താ ആലോചിക്കാൻ തോന്നുന്നു? ശരിക്കും നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? എന്നെ എന്തിനാ തല്ലുന്നത്? ചെന്ന് നിന്റെ ഭർത്താവിനെ തല്ലു പോ. നിന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പറഞ്ഞ് നിന്റെ ഭർത്താവാണ് എനിക്ക് കാശ് തന്നത്. ഞാൻ വെട്ടി തന്നെയാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ഭർത്താവ് പറയാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. പോയി നിന്റെ ഭർത്താവിനെ തല്ല്. ഓഹോ, അയാളെല്ലാം പറഞ്ഞല്ലേ? കഴിവറമുണ്ട്. എത്ര കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തതാ, എന്നിട്ട് അവനെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. അമ്മേ, ഞാൻ ജാതകം നോക്കിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അദ്ദേഹത്തിന് വിവാഹശേഷം ശരീരസുഖമില്ലാന്ന്. ജാതകം ചേർന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ നടക്കുത്രേ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ശരി അമ്മേ, അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഇനി നിങ്ങൾ ചെല്ലേ. ശരി സ്വാമി. മാഡം, നിങ്ങൾ വരൂ. പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന്റെ ജോലി പോയി. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അത് പോയത്. എന്റെ ജാതകം കാരണം അദ്ദേഹം പെരുവഴിയിലായെന്നാ പറയുന്നത്. അതുകൊണ്ടാ വന്നത്. എവിടെ ആ ജാതകം ഒന്ന് നോക്കട്ടെ. നിന്റെ ഭർത്താവ് അവനെ അറിയാതെ പറഞ്ഞതാ. അറിയേണ്ടതാ പറഞ്ഞത്. നിന്റെ ജാതകത്തിൽ മാംഗല്യദോഷമുണ്ട്. എന്നുവെച്ചാ കഴിഞ്ഞ ജന്മത്തില് നിന്റെ അച്ഛനോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ നീയോ തിരുമാംഗല്യത്തിൽ കള്ളത്തരം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ പിരിച്ചിരിക്കാം. ഈ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കാം. ഈ ജന്മത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാവം കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നത് പോലെ ഒരു വലിയ പാവം ചെയ്യാതെ നിങ്ങളുടെ ജാതകം മാറില്ല, നിങ്ങളുടെ ജീവിതവും മാറില്ല. വലിയൊരു തെറ്റെന്ന് വെച്ചാ? നിന്നെ കൊണ്ട് കഴിയില്ല. ഈ ജന്മത്തെ ഇതാണ് നിന്റെ തലയെഴുത്ത്. ചെല്ല്. അങ്ങനെ പറയരുത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്റെ ജീവിതത്തിനെ ശിക്ഷിക്കുന്നത് ഒരു വലിയ തെറ്റാണ്. നിന്നെ കൊണ്ട് കഴിയില്ല. ആവശ്യമില്ലാതെ എന്റെ സമയം നശിപ്പിക്കരുത്. നീ ചെല്ല്. എന്തായാലും സാരമില്ല, ഞാൻ ചെയ്തോളാം. നിങ്ങൾ പറഞ്ഞോളൂ. നീ നിന്റെ ഭർത്താവല്ലാതെ വേറൊരാണിന്റെ കൂടെ ശരീര ബന്ധപ്പെടണം.
അത്രയും വലിയ ശിക്ഷ നീ നിനക്ക് തന്നെ നൽകിയില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ജീവിതം മാറില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന്. അത് ചെയ്യാതെ വേറെ മാർഗമില്ല. ഇപ്പൊ നീ ഇവിടുന്ന് പോ. ഇതിങ്ങനെ ശരിയാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്കൊരു ബിറ്റ് കാണാം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ശരിയായിക്കോളും. അതിലെന്താ ഉള്ളത്? ആദ്യം നോക്കിയല്ലേ മനസ്സിലാവൂ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നേ, കുറച്ച് ലൈറ്റ് ആയിട്ട്. ആ ഇവനെ നിനക്ക് എങ്ങനെ അറിയാം? ഇവനെ എനിക്ക് എങ്ങനെ അറിയാനാ? ദിവസം ഗ്രൂപ്പിൽ 30 ബിറ്റ് വരും. അവസാനം വന്ന ഫ്രഷ് ബിറ്റായത്. എന്താ ഇത് കണ്ടപ്പോഴേക്ക് മൂടായോ? എന്നാ തുടങ്ങിയ നമ്മൾ തുടങ്ങിയ പോലില്ലല്ലോ. പ്ലീസ് ഒന്ന് വാ, കോപ്പറേറ്റ് ചെയ്യേ. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ മേലെ കയറാന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ മെക്കിട്ടായിരുന്നു. നിങ്ങൾ എന്താ കളിക്കുക? നിങ്ങൾ അടിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയേ? വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന പേടി കാരണം അത് ആരോടാ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടെന്ന് അറിയാതെ ഞങ്ങൾ നിന്നെ പോലെയുള്ളവരെയാ വിശ്വസിച്ച് വരുന്നത്. അത് തെറ്റാണോ? അയ്യോ എന്റെ അമ്മച്ചി.